അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ചെമ്മീൻ റോസ്റ്റിൻ്റെ കാര്യം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റിനുള്ള ഐറ്റംസ് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, സവാള, തക്കാളി, പിന്നെ ലാസ്റ്റ് ഇടാനുള്ള മല്ലിയില. അതുപോലെ തന്നെ ചെമ്മീൻ ഞാൻ നന്നായിട്ട് വിനാഗിരി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് മീറ്റ് മസാല, മുളക് പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങളിട്ട് പുരട്ടി വെച്ചിരിക്കുന്നത് ഫ്രൈ ചെയ്യണം. ഇത് ഫ്രൈ ചെയ്തിട്ട് ആ എണ്ണയ്ക്കകത്താണ് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം വഴറ്റി പ്രോൺസ് ചേർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പ്രോൺസ് വറക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അധികം വറക്കണ്ട, വറുത്ത് കോരിയിട്ട് ഈ എണ്ണയിൽ നമുക്ക് ബാക്കി മസാല ഉണ്ടാക്കാം. നമ്മൾ പ്രോൺസ് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി മസാല റെഡിയാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും സംഭവങ്ങൾ നമ്മൾ ആ എണ്ണയ്ക്കകത്തോട്ട്, വേറെ എണ്ണ നമ്മളിപ്പോൾ ഒഴിച്ചിട്ടില്ല, നമുക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാണ് നമ്മൾ മസാലയും തക്കാളിയും ഒക്കെ ചേർക്കുന്നത്. കുറച്ച് എണ്ണയും കൂടി നമുക്ക് ഒഴിക്കാം. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ട് വഴലാൻ വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴച്ച് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഇതാ നമ്മൾ തക്കാളിയുടെ ഇതും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് മസാലപ്പൊടികൾ ചേർത്ത് പ്രോൺസ് കൂടി ചേർത്താൽ നമ്മുടെ കറി റെഡി. ഇത് നന്നായിട്ടൊന്ന് വഴലട്ടെ. കുറച്ച് അടച്ച് വെച്ചു തക്കാളി ഒന്ന് മെൽറ്റായി വരട്ടെ. അപ്പോൾ പൊടികളെല്ലാം ഞാൻ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോരോ പൊടികൾ കാണിക്കുന്നത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, മീറ്റ് മസാല, മുളക് പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം. ഇതാ പൊടിയെല്ലാമായിട്ട് വഴറ്റിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയെന്ന് നമുക്ക് തോന്നുമ്പോൾ ഇത് സൈഡിൽ കണ്ടോ എണ്ണ ഇങ്ങനെ ഗുളുഗുളുകളും ഇല്ല. ആ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. കുറച്ച് മതിയതൊന്ന് തവ വന്നിട്ട് നമുക്ക് ബാക്കിയില്ല. നോൺ സ്റ്റിക്ക് പാനിൽ ചേർക്കത്തവി നല്ല അലിയ മത്തിക്കരം പോലത്തെ കോമ്പിനേഷനാണ്. എനിക്ക് ചക്കത്തവി ഭയങ്കര വീട്ടിൽ ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ ലഗേജ് കൂടി പോയിട്ട് ഞാൻ ചക്കത്തവി കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല ഒരു പരിവായിട്ടുണ്ട്. കുറച്ച് എടുക്കണം വേണ്ടിയിട്ട് റെഡിയാക്കാം. ഇത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ പ്രോൺസ് ചെയ്യാൻ പറ്റും. എനിക്ക് കുറച്ച് ഗ്രേവി ടൈപ്പിലായിരിക്കുന്നതാണ് ഇഷ്ടം. അതായത് കുറച്ച് ഞാൻ ഒരു ശകല വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കറിയൊക്കെ എടുക്കാം. ഇതിനകത്ത് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാൻ പോകുന്നു. കുറച്ച് പെരുംജീരകവും കുറച്ച് കുരുമുളകും കൂടെ പൊടിച്ചതാണ്. കുറച്ചിടാം. നല്ലൊരു മണം ഫ്ലേവറൊക്കെയാണ്. അതുകൂടെ ചേർത്ത് ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് വെള്ളം വേണ്ടവർക്ക് വെള്ളം ചേർക്കാം. കുറച്ചുകൂടെ ചാറ് പോലെ വേണ്ടവർക്ക്, അല്ല ഇങ്ങനെ റോസ്റ്റ് പോലെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം. ഇനി ഉപ്പൊക്കെ നോക്കി പാകത്തിനാണോ നോക്കി നമ്മൾ കുറച്ച് മല്ലിയില കണ്ടിച്ച് വെച്ചിട്ടാണ് മനസ്സിലാവുന്നത്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും കൊടുത്തു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.